ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ദിവസം വന്നെത്തി. ഡോക്സിൻ്റെ ഡെപ്പോസിറ്റ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വിൻഡോ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക്, അവർ പറഞ്ഞിട്ടുള്ള 3 എക്സ്ചേഞ്ചുകളാണ്. ഒന്ന് ടെലഗ്രാമിൻ്റെ വാലറ്റ് ആണ്. ടെലഗ്രാമിൻ്റെ വാലറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ചും ഒരു വാലറ്റും കൂടിയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു നോൺ കസ്റ്റോഡിയൽ വാലറ്റ് ഉണ്ട്, കസ്റ്റോഡിയൽ വാലറ്റ് ഉണ്ട്. നമ്മൾ VC പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഒരു ദിവസം അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ബൈബിറ്റ് ആണ്. നമ്മൾ ഓൾറെഡി മോർണിംഗ് നമ്മൾ പറഞ്ഞിരുന്നു, ബൈബിറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി വെക്കുക, KYC കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് OKX ആണ്. സോ ഇങ്ങനെ 3 സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്കാണ് ആസ് ഓഫ് നോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുക. വിഡ്രോ ചെയ്യുക എന്നതിന് അർത്ഥം നിങ്ങൾക്ക് ഈ പൈസ അവിടെ എത്തുന്നു, അപ്പോൾ തന്നെ നിങ്ങൾക്കിത് സെല്ല് ചെയ്ത് നിങ്ങൾക്കൊരു USDT ആയിട്ട് മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലേക്ക് ഫണ്ടായിട്ട് ഇപ്പോൾ മാറ്റാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20-ാം തീയതിയാണ്. ഇതിൻ്റെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 20-ന്. സോ ഓഗസ്റ്റ് 20-ന് മാർക്കറ്റിൽ ട്രേഡിംഗ് സ്റ്റാർട്ടായതിനു ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിന് സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനൊരു ഫണ്ടാക്കി മാറ്റാൻ പറ്റുള്ളൂ. സോ അന്ന് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനൊരു ഫണ്ടാക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റില്ല. പകരം ഇതിന് എക്സ്ചേഞ്ചിലോട്ട് കൊണ്ടവിടെ വയ്ക്കാം. എക്സ്ചേഞ്ചിലോട്ട് വിഡ്രോ ചെയ്യുന്നു കാണുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കത് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ എക്സ്ചേഞ്ചിൽ റിഫ്ലക്റ്റ് ആവില്ല. കാരണം മാർക്കറ്റിൽ ഇറങ്ങാത്തൊരു കോയിൻ ആയതുകൊണ്ട് എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന കോയിൻ റിഫ്ലക്റ്റ് ആവാനായിട്ട് ചാൻസ് ഇല്ല. പിന്നെ ഇപ്പോൾ നല്ല കൺജസ്റ്റഡ് ആണ് നെറ്റ്വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്യണമെന്നില്ല, നാളെ കാലത്തായാലും ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഇപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ സെർവറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഇഷ്യൂ ഇത് വരുത്തി വയ്ക്കേണ്ട. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് നാളെ ആയാലും ചെയ്താൽ മതി. ഞാൻ റിസ്ക് എടുത്ത് തന്നെ ചെയ്യുകയാണ്. കിട്ടിയെന്നുള്ളതിലാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് സക്സസ് ആയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. സോ നമുക്ക് ആദ്യം തന്നെ അവർ അനൗൺസ്മെൻറ്റിലേക്ക് പോകാം. KYC കംപ്ലീറ്റ് ആക്കാത്തവർക്ക് ഒരിക്കലും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. കാരണം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ആക്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ KYC കംപ്ലീറ്റ് ആവണം. സോ 18 വയസ്സ് ആവാത്തവർ നിങ്ങളുടെ വീട്ടുകാരുടെ ആരെങ്കിലും ID വെച്ച് ചെയ്തോ. കാരണം ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു എക്സ്ചേഞ്ച് തന്നെയാണ് ബൈബിറ്റ്. നിങ്ങളുടെ അക്കൗണ്ട് വെച്ചിട്ട് ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. കാരണം ഇത്ര വലിയ എക്സ്ചേഞ്ച് നിങ്ങളുടെ ഒരാളുടെ ID കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആധാർ കാർഡോ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈസൻസോ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ KYC കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. KYC കംപ്ലീറ്റ് ആക്കാനായിട്ട് ആകെ ഒരു അരമണിക്കൂർ എടുക്കുകയുള്ളൂ. ആകെ 10 മിനിറ്റോളം ഇതിന് ചിലപ്പോൾ സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ എടുക്കും. അതിന് കഴിഞ്ഞാൽ KYC കംപ്ലീറ്റ് ആക്കി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ആക്കി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ക്ലെയിം ബട്ടൺ എല്ലാവർക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. പതുക്കെ ഗ്രാജുവലി ഓരോരുത്തർക്ക് പതുക്കെ എത്തുകയുള്ളൂ. സോ എല്ലാവർക്കും എനിക്ക് കണ്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ട് അടിച്ച് പോയി എന്നല്ല അർത്ഥം. ഒന്ന് ക്ഷമയോടെ കാത്തിരുന്ന് ചിലപ്പോൾ നാളെ ആയാലും എന്ത് ചെയ്യാം, ആ ക്ലെയിം ബട്ടൺ എന്തായാലും എത്തും. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ടോക്കൺ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ റിസീവ് ആവില്ല. ബട്ട് ദേ വിൽ ബി ഡെപ്പോസിറ്റ് ഇൻ ദ അക്കൗണ്ട് ഓഫ് യുവർ ചോയ്സ് ബൈ ദ 20th of August. ഓഗസ്റ്റ് 20th ആ ടോക്കൺ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്താൻ പോകുന്നത്. സോ അതുവരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നോൺ കസ്റ്റോഡിയൽ വാലറ്റിലേക്ക്, അതായത് ടൺ കീപ്പർ, ടെലഗ്രാമിൻ്റെ ടൺ സ്പേസ് അങ്ങനത്തെ വാലറ്റിലേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ബൈബിറ്റിൻ്റെ വാലറ്റ്, OKXൻ്റെ വാലറ്റ്, ഇതുപോലത്തെ വാലറ്റിലോട്ടാണ്, അതിനാണ് നോൺ കസ്റ്റോഡിയൽ വാലറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ വാലറ്റിലോട്ടാണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20-ാം തീയതി മാത്രമാണ് ആ ഓപ്ഷൻ ആക്ടിവേറ്റ് ആവുള്ളൂ. സോ 20-ാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ വാലറ്റിലോട്ട് അയക്കാനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ഗ്യാസ് ഫീസ് വേണ്ടി വരും. പിന്നെ അടുത്ത കേസ്, മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉള്ളവരുണ്ടാവും. അതായത് ഒന്നിലധികം ഡോക്സ് അക്കൗണ്ട് ഉള്ളവർ എല്ലാവരും കൂടി, എൻ്റെ ഒരു അനാലിസിസ് വെച്ചല്ല, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു അക്കൗണ്ട് നിങ്ങൾ ബൈബിറ്റിൻ്റെ അഡ്രസ്സിലോട്ട് അയച്ചു. കാരണം ഇതിപ്പോൾ 20-ാം തീയതി മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അടുത്തൊരു അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ഇതേ സെയിം UID അയക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആണ് ഒരു യൂസർ എടുക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. സോ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ നിങ്ങളുടെ 2 അക്കൗണ്ടും ചിലപ്പോൾ വേണമെങ്കിൽ അടിച്ച് പോകാം. എനിക്ക് മനസ്സിലായി, പോസിബിലിറ്റി പറയുന്നതാണ്. സോ അതിനേക്കാൾ ഏറ്റവും എളുപ്പം മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ ഒന്നില്ലെങ്കിൽ ബൈബിറ്റിൻ്റെ വാലറ്റിലോട്ട് ഏറ്റവും കൂടുതൽ കോയിനുള്ളത് മാറ്റുക. അടുത്ത അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ 20-ാം തീയതി വരെ വെയിറ്റ് ചെയ്തിട്ട് ഗ്യാസ് ഫീ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ടൺ കീപ്പറിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെലഗ്രാമിൻ്റെ വാലറ്റിലോട്ട് മാറ്റുക. എന്നിട്ട് ടൺ കീപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈബിറ്റിലോട്ടോ എവിടേക്ക് വേണമെങ്കിൽ മാറ്റാം. സോ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് പറഞ്ഞത്, മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉള്ളവർ ഇപ്പോൾ ഒരു അപ്ഡേഷൻ ഞാൻ ചാനലിൽ ഇടുന്ന വരെ നിങ്ങൾ സെയിം UID അല്ലെങ്കിൽ സെയിം ബൈബിറ്റ് വാലറ്റിലോട്ട് അയക്കരുത്. ചിലപ്പോൾ റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡോക്സിൻ്റെ ബോട്ടിലോട്ട് പോവാം. അപ്പോൾ ഡോക്സിൻ്റെ ബോട്ടിൽ ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇനി കൺവേർഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കിയത് അത്രയും തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ കിട്ടാൻ പോകുന്നത്. ഒരു ഡോക്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അവർ ഓൾറെഡി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു.
ഇതിൻ്റെ ടോട്ടൽ സപ്ലൈനെ കുറിച്ചിട്ട്. സോ ഏകദേശം ഒരു 550 ബില്യൺ ആണ് ഇവരുടെ ടോട്ടൽ സപ്ലൈ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന് നീ കൺവേർഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രയധികം ടോക്കൺസ് ഇല്ല. 73% ആണ് അവരെന്ത് ചെയ്തത്, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവരെന്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കി 10% അവരുടെ ടീമിനും 5% സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിനും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിനും ലിക്വിഡിറ്റി വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്ര പെർസെൻറ്റേജ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഫുൾ കൊടുക്കുന്നുണ്ട്. 73% 81% ഗോസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിരുന്നത്, സോറി. അപ്പോൾ അത് നോൺ ലോക്കാണ്. നോൺ ലോക്ക് എന്ന് പറഞ്ഞാൽ വെസ്റ്റിംഗ് പീരീഡ് ഒന്നുമില്ല. നമ്മുടെ പിക്സ് വൈ കാണിച്ച പോലെ ഇത്ര ദിവസം സ്റ്റേക്ക് ചെയ്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വിഡ്രോ ചെയ്ത് നിങ്ങൾക്ക് സെല് ചെയ്യുക എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിന് ഇങ്ങനെ എന്തില്ല, കൺവേർഷൻ റേറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. സോ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൈസ് പ്രഡിക്ഷൻ ആണ്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 0.01-നും 0.05-നാണ് ഒരു ഇനീഷ്യൽ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നത്, ഇത്രയും സപ്ലൈ ഉള്ളത് കൊണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. 20 മാർക്കറ്റാണ് തീരുമാനിക്കുക എത്രയിലാണ് ഇവരെന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക എന്നുള്ളത്. എന്തായാലും ഷിബായിന് പോലത്തെ വലിയൊരു 0.000 എന്നൊരു ടോക്കൺ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകില്ല, കാരണം അവരൊക്കെ സപ്ലൈ ചെയ്യുന്നത് ട്രില്യൺസ് ആണ് സപ്ലൈ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ആകെ കുറച്ച് ബില്യൺസ് മാത്രമേ ഉള്ളൂ. നോട്ട് കോയിൻ സപ്ലൈ എന്ന് പറയുന്നത് 100 സംതിങ് ബില്യൺ ആയിരുന്നു, പക്ഷേ ഇതിൻ്റെ 550 ബില്യൺ ആണ്. സോ കൂടുതലാണ്. സോ നോട്ട് കോയിൻ്റെ പോലൊരു വാല്യൂ ആയിരിക്കില്ല, പക്ഷേ ഇതിൻ്റെ വാല്യൂ നിങ്ങൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. ഒന്നാമത്തെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടെലഗ്രാമിൻ്റെ ആദ്യത്തെ ഒരു മെം ടോക്കണാണിത്. നമുക്ക് എതീറിയത്തിന് പെപ്പ ഉള്ളതുപോലെ, അതുപോലെ ഡോജും സൊളാനൊക്കെ സൊളാനയ്ക്ക് അതിൻ്റേതായ കുറേ മെം കോയിൻസ് ഉണ്ട്. സോ അങ്ങനത്തെ കുറേ കോയിൻസ് ഉള്ളതുപോലെ ഈ ഒരു ടെലഗ്രാമിൻ്റെ ഒരു നേറ്റീവ് മെം ടോക്കൺ ആയിട്ടാണ് ആര് വരുന്നത്, ഈ ഡോക്സ് എന്ന് പറഞ്ഞ കോയിൻ വരുന്നത്. സോ ഇതൊരു മെം ടോക്കൺ മാത്രമല്ല, ഇതിൻ്റെ NFT കോഡ് കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു മാർക്കറ്റ് ക്യാപ്പിൽ ഇതിന് ട്രേഡിങ് നടന്നാൽ തന്നെ ഒരു ഓൾട്ട് സീസൺ, അതായത് ഓൾട്ട് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ട് കോയിൻസിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതായത് ഒരു പമ്പിങ് ഉണ്ടായിട്ടില്ല ഇതുവരെ. സാധാരണ BTC കയറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ BTC ഒന്ന് സ്റ്റേബിൾ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓൾട്ട് കോയിൻസ് പമ്പ് ചെയ്ത് തുടങ്ങുക. ഓൾട്ട് കോയിൻസ് ഉദ്ദേശിക്കുന്നത് BTC അല്ലാത്ത എല്ലാ കോയിൻസിനും നമ്മൾ ഓൾട്ടർനേറ്റീവ് കോയിൻസ് അല്ലെങ്കിൽ ഓൾട്ട് കോയിൻസ് ആണ് പറയുക. സോ ഓൾട്ട് കോയിൻസിൻ്റെ പമ്പിങ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന വിലയേക്കാളും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് 0.02-ലോ 0.5-ലോ എത്രയാണെന്നുണ്ടെങ്കിൽ ഒരു 0 കഴിഞ്ഞിട്ട് 2 0 ഉണ്ടെങ്കിൽ 2-3 0 ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓൾട്ട് സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ കോയിൻസും പമ്പ് ആവുന്നതിനൊപ്പം ഈ ടെലഗ്രാമിൻ്റെ മിം ടോക്കണും ഈ ഡോക്സ് എന്ന് പറഞ്ഞ ടോക്കണും പമ്പ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ചിലപ്പോൾ ഒരു 4-5 മാസമൊക്കെ വെയിറ്റ് ചെയ്ത് ഹോൾഡ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടിന് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1,00,000 കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു $200 സംതിങ് കിട്ടുമെന്ന് വിചാരിക്കുക. പക്ഷേ ചിലപ്പോൾ നിങ്ങളൊരു 5 മാസം കഴിഞ്ഞ് ചിലപ്പോൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു $600 വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവാം, അത്ര പ്രൈസ് കയറുകയാണെങ്കിൽ. സോ ഹോൾഡ് എന്ന് പറയുന്നതാണ് ക്രിപ്റ്റോയിലെ എല്ലാ കാലത്തെയും കീ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സമയം ചിലപ്പോൾ 1 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 3 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 4 മാസം വെയിറ്റ് ചെയ്താൽ മതി, ചിലപ്പോൾ 1 മാസം വെയിറ്റ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാം, ഈ പ്രൈസ് ചിലപ്പോൾ അത്ര രീതിയിൽ ചിലപ്പോൾ പമ്പ് ചെയ്ത് പോകാം. സോ നിങ്ങൾക്കിത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇത് സെല്ല് ചെയ്ത് കളയണ്ട എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. മറ്റുള്ള കോയിൻസ് ഇതുവരെ പോയി ഇറങ്ങിയതല്ല, പിക്സ്5ഉം അവാക്കോയിനൊക്കെ ഇറങ്ങിയ പോലത്തെ ഒരു ടോയിനല്ല ഇത് ഡോക്സ് എന്ന് പറയുന്നത്. ടെലഗ്രാം തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഇത്രയും വലിയൊരു എക്കോസിസ്റ്റം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള അവർ ആദ്യത്തെ മെം ടോക്കണാണിത്. സോ ഇതിൻ്റെ പ്രൈസ് എന്തായാലും ഷുവറായിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് വരും, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിന് എന്തായാലും പമ്പ് ചെയ്യും. സോ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾ 20-ാം തീയതി കോയിൻ ഇറങ്ങുമ്പോൾ സെല്ല് ചെയ്യരുത്. കാരണം ഇത്രയധികം മില്യൺസ് ഓഫ് യൂസേഴ്സ് എല്ലാവരും കൂടി സെല്ല് ചെയ്യും. ഇതിൻ്റെ പ്രൈസ് നോട്ട് കോയിൻ സംഭവിച്ച പോലെ നല്ലോണം താഴേക്ക് വരും. അന്ന് അവരൊപ്പം തന്നെ സെല്ല് ചെയ്ത ആൾക്കാരുണ്ട്. ഇങ്ങനെ ചിലപ്പോൾ പ്രൈസ് പൊന്തില്ല വെച്ചിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് സെല്ല് ചെയ്തു. അവർ റിഗ്രറ്റ് ചെയ്തത് ഇതിൻ്റെ പ്രൈസ് 2 രൂപയ്ക്ക് 4 രൂപയ്ക്ക് എത്തിയപ്പോഴാണ്. 50 പൈസയിലൊക്കെ വിറ്റ് കളഞ്ഞവർ 2 രൂപ 3 രൂപയ്ക്ക് എത്തിയപ്പോഴാണ് അവർ റിഗ്രറ്റ് ചെയ്തത്. കാരണം അവർക്ക് ആകെ എടുത്ത് 5,000 രൂപയാണെന്നുണ്ടെങ്കിൽ 4,000 5,000 അല്ലെങ്കിൽ ഒരു 10,000 20,000 കിട്ടാനുള്ള ചാൻസസ് ആണ് അവർ കളഞ്ഞത്. സോ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് കോയിൻ വെക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമെന്ന് തന്നെയാണ്. ഇതെൻ്റെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കണ്ട, നിങ്ങൾക്ക് നിങ്ങളുടേതായ റിസർച്ച് ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ഇപ്പോഴല്ല, 20-ാം തീയതി ഇറങ്ങിയതിന് ശേഷം. പക്ഷേ ഞാൻ എൻ്റെ കയ്യിലുള്ള അസറ്റ് മൊത്തം ഞാൻ എന്തായാലും സെല്ല് ചെയ്യാനായിട്ട് ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഇത് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ ഓൾറെഡി ഡോക്സിൻ്റെ കമ്മ്യൂണിറ്റി ചാനൽ വഴി പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവർ വേൾഡിൽ തന്നെ ഏറ്റവും വലിയൊരു മിം കോയിൻ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ മാർക്കറ്റ് ഭരിക്കുന്നത് ഡോജും ഷിബും അതുപോലെ തന്നെ പെപ്പെ പോലത്തെ കോയിൻസാണ്. സോ ഇവരെയൊക്കെ മറികടന്ന് ഒരു മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ഫണ്ട് ഇതിലേക്ക് കൊടുക്കണം. സോ അതിനായിട്ട് ഇവർ എന്ത് ചെയ്യും, നല്ലോണം പുഷ് ചെയ്യും, നല്ല രീതിയിൽ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ ചാൻസസ് ഉണ്ട്. സോ അതിലേക്ക് എന്ത് ചെയ്യും, നല്ല ഫണ്ടിങ് വരികയാണെങ്കിൽ ഇത് ഈ പ്രൈസ് കോയിൻ്റെ പ്രൈസ് എന്തായാലും പമ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ പമ്പ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്ത് വെച്ചാൽ കിട്ടും. ഞാൻ പറഞ്ഞു 17-20 മില്യൺസ് ഓഫ് യൂസേഴ്സ് ഉണ്ട് ഇതിൽ. സോ ഇത്രയധികം യൂസേഴ്സ് 20-ാം തീയതി സെല്ല് ചെയ്യാൻ കാത്തിരിക്കും. അതിൻ്റെ ഇടയിൽ പോയിട്ട് സെല്ല് ചെയ്യാനായിട്ട് വെറുതെ നിൽക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് നേരെ ഡോക്സിലേക്ക് പോകാം. സോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ബൈബിറ്റ് എടുക്കുക. ബൈബിറ്റിലേക്ക് നേരെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
സോ KYC കംപ്ലീറ്റ് ആയ ബൈബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏറ്റവും മേലെ കാണുന്ന ഈ ഒരു പ്രൊഫൈലുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വെരിഫൈഡ് ID എന്ന് കാണാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെരിഫിക്കേഷൻ L1 വെരിഫിക്കേഷനിലും കംപ്ലീറ്റ് ആക്കിയാൽ മതി. നിങ്ങളുടെ ID പ്രൂഫ് ഏതെങ്കിലും സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഫേസ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഒന്ന് റൈറ്റ് സൈഡിലേക്കും ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്കും തിരിഞ്ഞ് ക്യാമറ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ആധാർ, അല്ലാന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട്. ഇതുവഴിയായിരിക്കും പെട്ടെന്ന് KYC കംപ്ലീറ്റ് ആകുക. റിജക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ID പ്രൂഫ് എന്ത് ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ആവശ്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് UID ആണ് നമുക്ക് ആവശ്യമുള്ളത്. സോ നമ്മൾ നേരെ ഡോക്സിൻ്റെ പോർട്ടലിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെപ്പോസിറ്റ് ടു എക്സ്ചേഞ്ച് നിൽക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് എക്സ്ചേഞ്ചിലോട്ട് മാറ്റാനുള്ള ബട്ടൺ വന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, എക്സ്ചേഞ്ചിലോട്ടാണ്. നിങ്ങൾക്ക് വാലറ്റും ടെലഗ്രാമിലോട്ട് ആട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഞാൻ എന്തായാലും വാലറ്റും ടെലഗ്രാം റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം പെട്ടെന്ന് തന്നെ ട്രേഡ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ ഇവിടെ ആയാലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ ഞാൻ എക്സ്ചേഞ്ചിലോട്ടാണ് മാറ്റുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വാലറ്റിലോട്ട് മാറ്റാം. പിന്നെ വാലറ്റിൽ നിന്ന് വേണമെങ്കിൽ വീണ്ടും എക്സ്ചേഞ്ചിലോട്ട് മാറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഒരു ഗ്യാസ് ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഏറ്റവും ബെറ്റർ എക്സ്ചേഞ്ചിലോട്ടാണ്. ഇപ്പോൾ ഇതിന് ഗ്യാസ് ഫീ ഒന്നും പറഞ്ഞിട്ടില്ല, ടൺ കോയിൻ കൊടുക്കാനൊന്നും വന്നിട്ടില്ല, ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുന്നു, ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഏതാണ് ഉദ്ദേശിക്കുന്നത്, ബൈബിറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ബൈബിറ്റ് എടുക്കുന്നു. ബൈബിറ്റ് എടുത്ത് ഞാൻ സെൻഡ് ഹിയർ എന്ന് അടിക്കുന്നു. ഇവിടെ എനിക്ക് ബൈബിറ്റ് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്ക് ബൈബിറ്റ് അക്കൗണ്ട് ഓൾറെഡി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. സെറ്റ് ആക്കിയതിന് ശേഷം മാത്രം ഇതൊന്ന് ചെയ്താൽ മതി. യെസ് ഐ ഹാവ് ഇറ്റ് കൊടുക്കുന്നു. ഇവിടെ 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന് ബൈബിറ്റ് UID, ഡോക്സിന് ഡെപ്പോസിറ്റേഴ്സ്, മെമോ. ഇത് ഓരോന്ന് എടുക്കുന്നത് എങ്ങനെയാണ് നോക്കാൻ മതി. സോ നമ്മൾ ബൈബിറ്റിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ UID നമ്മളിവിടെ കണ്ടു. ഈ UID കോപ്പി ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് അവിടെ കൊണ്ട് കൊടുക്കുന്നു. UID കൊടുക്കുന്നു. ബൈബിറ്റിൻ്റെ UID പേസ്റ്റ് ചെയ്യുന്നു. അടുത്തത് ഡോക്സിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ആണ്. സോ അതിനായിട്ട് നിങ്ങൾ മെയിൻ ഇതിലോട്ട് വന്നിട്ട് ഏറ്റവും താഴെ അസറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. ഈ അസറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. ആ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടൺ ഒക്കെ ആക്ടിവേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ KYC കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം ഇവിടെ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക. എന്താണ് സെർച്ച് ചെയ്യേണ്ടത്, ഡോക്സ് എന്ന് സെർച്ച് ചെയ്യുക. ഡോക്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഡോക്സിൻ്റെ സിമ്പിളുള്ളൊരു കോയിൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെയിൻ സെലക്ട് ചെയ്യണം. ടൺ ചെയിനിൽ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ടൺ ചെയിൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഓക്കെ കൊടുക്കുന്നു. അവിടെ നിങ്ങൾക്ക് കാണാം ഒന്ന് വാലറ്റ് അഡ്രസ്സും ഒന്ന് മെമ്മോയും. ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. സോ വാലറ്റ് അഡ്രസ്സ് ആദ്യം കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരുന്നു. ഡോക്സിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സിൽ എന്ത് ചെയ്യുന്നു, ആ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുന്നു. അടുത്തത് മെമ്മോയാണ് വേണ്ടത്. ഈ മെമ്മോയിൽ കൊടുക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മോ ഇല്ലാണ്ട് ടോക്കൺ അയക്കരുത്. സോ ഈ മെമ്മോ ID വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെമ്മോ ID എടുക്കുന്നു. മെമ്മോ ID എന്ത് ചെയ്യുന്നു, അത് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സെൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ഇത് കൺഫേം ചെയ്യാൻ പറഞ്ഞു. ഇതൊക്കെ കറക്റ്റ് അല്ലേ, നിങ്ങൾ ഒന്നുകൂടി കൺഫേം ചെയ്യണം. നിങ്ങളുടെ ബൈബിറ്റിൻ്റെ UID ഡെപ്പോസിറ്റ് അഡ്രസ്സും ഒക്കെ കറക്റ്റ് ആണോ നോക്കുക. മെമ്മോയും കൊടുത്ത് കറക്റ്റ് ആണോ നോക്കുക. KYC കംപ്ലീറ്റ് ആണോ നോക്കുക. ഇതൊക്കെ കംപ്ലീറ്റ് ആണെന്ന് എന്തെങ്കിലും KYC കംപ്ലീറ്റ് ആയി മാത്രമാണ് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അത് വേറെ കാര്യം. അതിനുശേഷം ഐ കൺഫേം കൊടുക്കുന്നു. അപ്പോൾ ഡെപ്പോസിറ്റ് ഇൻ പ്രോഗ്രസ് ആണെന്നു. നൗ ബി റെഡി ഫോർ ദ ലിസ്റ്റിംഗ് ഇൻ ഓഗസ്റ്റ് 20 കാണിക്കുന്നു. ഞാൻ വൂഫ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം വിഡ്രോയിങ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ സംഭവം ബൈബിറ്റിൻ്റെ വാലറ്റിലായാലും അതായത് എക്സ്ചേഞ്ചിലായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കാണാനായിട്ട് സാധിക്കില്ല. സോ 20-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ടോക്കൺ എവിടേക്കും പോയിട്ടില്ല. ഇനി കുറേ പേർക്ക് സംശയമുണ്ട് ടൺ കീപ്പിലോട്ടാണോ ഇത് സെല് ചെയ്യാൻ പോകണമെന്നൊക്കെ. സോ നിങ്ങളിവിടെ ഞാൻ കാണാൻ നിങ്ങൾക്ക് ഞാനിവിടെ വാലറ്റ് പോലും കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണക്ട് വാലറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞ ശേഷം കണക്ട് വാലറ്റ് ടൺ കീപ്പിലോട്ട് തന്നെ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ടൺ കീപ്പിലോട്ട് തന്നെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വെക്കാൻ നോക്കുക. ഇനി എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വരികയാണെങ്കിൽ അത് മിസ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ 20-ാം തീയതി ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഡോഗ്സ് ബൈബിറ്റിലോട്ട് എത്തും. ആ 20-ാം തീയതി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ഇത് സെല് ചെയ്ത് എങ്ങനെയാണ് കളയുന്നത് എന്നുള്ളത്, അതായത് USDT എങ്ങനെ ആക്കണം എന്നുള്ളതും വീഡിയോ കൂടി ഞാൻ 20-ാം തീയതി ആയിട്ട് ഇറക്കുന്നതായിരിക്കും. 2 കാര്യമാണ് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇതൊരു ഹിസ്റ്ററി ഉണ്ടാക്കാൻ പോകുന്ന, അതായത് ടെലഗ്രാം ഇത്ര വളരെയധികം ബൂം നടന്നുകൊണ്ടിരിക്കുന്ന എക്കോസിസ്റ്റമാണ്. സോ ഇത്രത്തെ എക്കോസിസ്റ്റം ഇതുപോലെ ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ടണ്ണിന് ഒരു ന്യൂസ്, ഹാപ്പി ന്യൂസ് വന്നാലും, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ടണ്ണിന് ഒരു ഹാപ്പി ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ ആരുടെ പ്രൈസ് കൂടി കൂടുന്നുണ്ട്, നോട്ടിൻ്റെ പ്രൈസ് കൂടി അതിന് ഇരട്ടിയായിട്ട് കൂടുന്നത്. ടണ്ണ് 7% കൂടുന്നുണ്ടെങ്കിൽ നോട്ട് 18% കൂടി പോകുന്നത്. സോ ഇനി ടണ്ണിന് ഒരു ഹാപ്പി ന്യൂസ് വന്നു കഴിഞ്ഞാൽ, ടണ്ണ് എക്കോസിസ്റ്റത്തിന് ഒരു ഹാപ്പി ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ആര് കൂടി പ്രൈസ് കൂടുന്നതായിരിക്കും, നോട്ടിൻ്റെയും ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ ഡോഗ്സിൻ്റെയും ഇറങ്ങാൻ പോകുന്ന ഡോഗ്സിൻ്റെയും പ്രൈസ് അതിൻ്റെ ഒപ്പം തന്നെ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈസ് പ്രഡിക്ഷൻ തന്നെ വരുന്നില്ല. ചിലപ്പോൾ 0 കഴിഞ്ഞിട്ട് 3-4 0 വരാം, ചിലപ്പോൾ 3 0 വരാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം മാർക്കറ്റാണ് ഇതിൻ്റെ പ്രൈസിനെ നിശ്ചയിക്കുന്നത്. മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അവിടെ കാണുന്ന ബയേഴ്സ് നെല്ലേഴ്സാണ്. നമ്മളിവിടെ കാണുന്ന ഈ മില്യൺസ് ഓഫ് യൂസേഴ്സ് ആകെ ചെറിയ എമൗണ്ട് ഇടുന്നതല്ല, അവിടെ മില്യൺസ് ഇട്ടുകൊണ്ടാണ് അവിടെ ആൾക്കാർ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. സോ അവരാണ് ഈ പ്രൈസിൻ്റെ കോയിൻ താഴോട്ട് കൊണ്ടുപോകണോ മേലോട്ട് കൊണ്ടുപോകണം തീരുമാനിക്കുന്നത്. എന്തായാലും ഇറങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൈസ് താഴോട്ട് തന്നെ പോകുന്നതായിരിക്കും. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, മാർക്കറ്റ് മേക്കേഴ്സ് അതിന് ഓപ്പോസിറ്റ് പ്രവർത്തിച്ചില്ലാന്നെങ്കിൽ, കാരണം ഇത്രയധികം ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഈ കോയിൻസ് ഒക്കെ സെല് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പെടാൻ നിൽക്കണ്ട. എന്തായാലും ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലഗ്രാം വാലറ്റിലോട്ട് ചെയ്താൽ അതിന് പേടിക്കേണ്ട. അതവിടെ കിടന്നോളും. 20-ാം തീയതി കഴിഞ്ഞിട്ട്
എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വാപ്പ് ചെയ്തു അങ്ങനെ എന്തെങ്കിലും ടൺ കോയിനായിട്ട് മാറ്റാൻ പറ്റും. ടൺ കോയിൻ വേണമെങ്കിൽ നമ്മുടെ P2P ഗ്രൂപ്പ് വഴി സെല് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ അങ്ങനെ സെല് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസിഷൻ എടുക്കാം. എന്തിലോട്ട് മാറ്റിയാലും മേടിക്കാൻ നിൽക്കണ്ട. ഇനി വാലറ്റിലോട്ടാണ് മാറ്റാനുള്ളതെങ്കിൽ നോൺ കസ്റ്റോഡി വാലറ്റായി ടൺകിപ്പിലോട്ട് മാറി 20-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ചെയ്യുക. അതിനെന്തായാലും ഗ്യാസ് ഫീസ് എന്തായാലും വേണ്ട വരും. ഇത് രണ്ടിനും ഇപ്പോൾ ഗ്യാസ് ഫീസ് പറഞ്ഞിട്ടില്ല. സോ ഫ്രീ ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ നമ്മുടെ നേരെ കമ്മ്യൂണിറ്റി ചാറ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഇഷ്ടംപോലെ ആൾക്കാരുടെ ഡൗട്ട് ക്ലിയർ ആണ്. സോ അവിടെയൊക്കെ നിങ്ങൾക്ക് വന്ന് എന്ത് ചെയ്യാം, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് എല്ലാതും ഫിക്സ് ചെയ്ത് പോകാനും സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൽ മതി. നമ്മൾ ഒഴിവനുസരിച്ച് എന്ത് ചെയ്യാം, എല്ലാ കമൻറ്റുകളും റീഡ് ചെയ്ത് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.